അപ്പോൾ മച്ചാപ്പേര് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു പുതിയ സൈറ്റാണ്. ഇവിടെ നമുക്ക് 5 ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീടും ബാത്റൂമും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബാത്റൂമാണ് ഉള്ളത്. ഇത് കോമൺ ഏരിയയിലെ ബാത്റൂമാണ്. ഇവിടെ നമുക്ക് ഷവർ ഏരിയ വരുന്ന ഈ ഒരു ഭാഗത്താണ്. പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റ്, ഇവിടുത്തെ ക്ലോസറ്റ് വരുമ്പോൾ 1 പീസ് ക്ലോസറ്റാണ്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തൊരു ബാത്റൂം ഉണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ 2ാമത്തെ ബാത്റൂം. ഇത് നമ്മൾ ബെഡ്റൂമിൻ്റെ അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ വരുന്ന ഈ ഒരു ഭാഗത്താണ്. അതുപോലെ ഷവർ വരുന്നത് ഇവിടെയാണ്. ഷവർ നമുക്ക് വരുമ്പോൾ 2 വേ ഡൈവേർട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ക്ലോസറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ തെക്കോടൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഗപ്പറ്റിൻ്റെ ഫ്ലഷ് ടാങ്കാണ്. ഫ്ലഷ് ടാങ്ക് എടുത്തിട്ട് നമ്മൾ ഫുള്ള് ലെഡ്ജ് വാൾ കെട്ടിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൽ കാണിച്ചു തരാം. അതുപോലെ നമ്മളെ കിച്ചൺ വരുന്നത് ഇവിടെയാണ്. നമ്മളെ സിങ്ക് വരുന്നത് ഇവിടെ നമുക്ക് ടാപ്പിൻ്റെ പോയിന്റ് ചെയ്യാനുണ്ട്. അതുപോലെ വർക്ക് ഏരിയയിലും സിങ്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയയിലെ സിങ്ക് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മൊത്തത്തിൽ 3 ബാത്റൂം ഉണ്ട്. അതിൽ ഈ ഒരു ബാത്റൂമാണ് സംഘം താത്തിടാത്ത ബാത്റൂം. അതുപോലെ ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിന് വരുന്നത്. വാഷ് ബേസിന് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 1 പീസ് വാഷ് ബേസിനാണ്. അതുപോലെ ക്ലോസറ്റ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് കൺസീൽഡ് വാൾമൗണ്ട് ക്ലോസറ്റാണ് വരുന്നത്. അതുപോലെ ഷവർ ഏരിയ ഇവിടെയാണ്. അതുപോലെ ഇവിടെ എല്ലാ ബാത്റൂമിലും നമ്മൾ സോളറിന് ലൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ സാറാണെങ്കിൽ ബാത്റൂം ഫുള്ളായിട്ട് തറയിൽ പ്ലാസ്റ്റിക് എല്ലാം ചെയ്ത് വെള്ളമെല്ലാം കെട്ടി നിർത്തിയിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ കണക്കിനെല്ലാം റെഡിയാണ്. ഇനി അടുത്ത ബാത്റൂം കാണിച്ചു തരാം. ഇത് അടുത്തൊരു ബാത്റൂമാണ്. ഇത് നമ്മൾ നേരെ ഗ്രൗണ്ടിലുള്ള പോലെ സെയിം അളവാണ് ബാത്റൂം. അപ്പോൾ അതേപോലെ തന്നെ പൊസിഷൻ വന്നിട്ടുള്ളത്. വാഷ് ബേസിൻ ഇവിടെയാണ്. അതുപോലെ ഷവർ വരുന്ന ഈ ഒരു ഭാഗത്ത്, പിന്നെ ക്ലോസറ്റ് വരുന്ന ഈ ഒരു ഭാഗത്താണ്. നമ്മൾ താഴെ ചെയ്യുമ്പോൾ തന്നെ സെൻട്രലിനടുത്ത് ക്ലോസറ്റിന് ലൈൻ ചെയ്തിട്ട് ഫുള്ള് ലെഡ്ജ് വാൾ കെട്ടിയാണ് എടുക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു ബാത്റൂം ഉണ്ട്, അതോടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 5ാമത്തെ ബാത്റൂം. ഇവിടെ നമുക്ക് വരുമ്പോൾ ആദ്യം ഇവിടം വരെയാണ് നമ്മളെ ബാത്റൂമിൻ്റെ ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഡ്രസ്സിങ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാറാണെങ്കിൽ ഇത്രയും കല്ല് കെട്ടിയിട്ട് ഇവിടെ ഡോർ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വാഷ് ബേസിൻ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നിന്ന് ഒരു 90 സെൻറ്റിമീറ്ററാണ് നമ്മൾ ലെഡ്ജ് വാൾ കെട്ടുന്നത്. അപ്പോൾ ക്ലോസറ്റ് കറക്റ്റ് ഈ ഒരു ഭാഗത്ത് വരും. അപ്പോൾ 90 സെൻറ്റിമീറ്റർ തീരുന്നത് വരെ നമ്മൾ ഈ ഡ്രൈ ഏരിയ ആക്കി കൊടുക്കും. അതുപോലെ ഷവർ ഏരിയ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് ഒരു 45 സെൻറ്റിമീറ്റർ. അതുപോലെ ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനും ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്താണ് നമ്മൾ ഡ്രൈ ഏരിയ മെറ്റീരിയൽ തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. മച്ചന്മാർ, അങ്ങനെ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഫിറ്റിങ്സ് എല്ലാം നമ്മൾ എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഐറ്റങ്ങളെല്ലാം തിരിച്ച് കറക്റ്റ് എണ്ണ നോക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം നമുക്ക് ഫിനോലെക്സിൻ്റെ കമ്പനിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ബാത്റൂമിന് തറയെടുത്ത കോൺക്രീറ്റാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന ബീമിൽ ഇവിടെ കോൺക്രീറ്റ് സമയത്ത് തന്നെ കല്ലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്ലെല്ലാം മാറ്റി ഹോൾസ് എല്ലാം ആക്കിയിട്ടുണ്ട്. ഇതേപോലെ വാഷ് ബേസിൻ്റെ പോയിന്റ് നമ്മൾ ചെയ്തിട്ട് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന തറയിലാണ്. തറപ്പണി ചെയ്തിട്ട് തറയിലെ കോൺക്രീറ്റൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വർക്ക് ചെയ്യുന്ന വീഡിയോ നോക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സൈറ്റ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കോൺക്രീറ്റ് ചെയ്യുന്ന അതുപോലെ തറയുടെ പൈപ്പ് ലൈൻ ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം നമ്മളന്ന് 4 പേരുണ്ടായിരുന്നു. അതിൽ ഒരു പയ്യൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ പയ്യൻ പോയായിരുന്നു. അപ്പോൾ നമുക്ക് 5 ബാത്റൂം ഉണ്ടായിരുന്നു. നമ്മൾ അന്നേ 5 ബാത്റൂം ഇതുപോലെ പൈപ്പ് ലൈനൊക്കെ പിടിച്ച് നമ്മൾ വാഷ് ബേസിൻ ലൈൻ മാത്രമാണ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇന്നലെ വന്നിട്ടാണ് ഇതുപോലെ ബാക്കി ഈ കാണുമ്പോൾ എല്ലാ ബാത്റൂമും നമ്മൾ കൺസീലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാക്കി നമ്മൾ ചെയ്തതെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഇതെന്ന് പറഞ്ഞത് തന്നെ ഈ നമുക്ക് ഫുള്ളായിട്ടാണ് ഈ വെന്റിലേഷൻ ടീച്ചറിൻ്റെ ഫുള്ളായിട്ട് ലെഡ്ജ് വാളാണ് കെട്ടിയെടുക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു 1 പീസ് വാഷ് ബേസിനാണ് വരുന്നത്. ഇവിടുത്തെ സാറാണെങ്കിൽ വാഷ് ബേസിൻ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഷ് ബേസിനെ എടുത്തിട്ട് അത് നമുക്ക് വേസ്റ്റ് കറക്റ്റ് നമ്മൾ ഈ പെഡസിനകത്ത് നിൽക്കാൻ കണക്കിനാണ് നമ്മൾ ഇത് പൊക്കി അടിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നമുക്ക് വരുമ്പോൾ ഒരു 2 വേ ഡൈവേർട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാത്റൂമിൽ മാത്രമാണ് നമുക്ക് വാട്ടർ ഹീറ്റർ ഉള്ളത്. അതിപ്പോൾ സാറിൻ്റെ ഇവിടെ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാട്ടർ ഹീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ബാത്റൂമിൽ മാത്രം വെച്ചാൽ മതിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിലും നമ്മൾ സോളാർ കണക്ട് ചെയ്യും. ഇനി നമുക്ക് അപ്പുറത്തെ ബാത്റൂം നമുക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളൊരു കോമൺ ഏരിയയിലെ ബാത്റൂമാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിന് ഇവിടെ ഒരു 1 പീസ് വാഷ് ബേസിൻ തന്നെയാണ്. അതുപോലെ ഇവിടെ നമുക്ക് 2 വേ ഡൈവേർട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ സോളാർ ലൈനും ഉണ്ട്. അതുപോലെ ഇവിടെ ക്ലോസറ്റ് വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമ്മൾ ലെഡ്ജ് വാൾ ചെയ്താണ് എടുക്കുന്നത്. ആദ്യം ഇവിടെ 1 പീസ് എന്നാണ് പറഞ്ഞത്. പിന്നീട് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നമ്മളൊരു വാൾമൗണ്ട് ക്ലോസറ്റ് സെറ്റ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂം ഒക്കെ നോക്കാം.
ഈ ബാത്റൂം എന്ന് വെച്ചാൽ നമുക്ക് സംഘം താത്തിടാത്തൊരു ബാത്റൂമാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ താഴത്തെ പോലെയാണ്. ഇവിടെയാണ് ഒരു വാഷ് ബേസിന്റെ പോയിന്റ് വരുന്നത്. അതുപോലെ ഇവിടെ നടുക്കാണ് നമുക്ക് ഒരു ലെറ്റ് വാൾ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഷവർ ഏരിയ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡ്രൈ ഏരിയ വെറ്റേരിയായിട്ട് ഇവിടെ ഒരിഞ്ച് കനത്തിൽ നമ്മൾ താത്തിട്ടിട്ടുണ്ട് വെറ്റേരിയക്ക് വേണ്ടി. പിന്നെ വെറ്റേരിയാണ് നമ്മൾ ഈ കാണുമ്പോൾ ഫ്ലോർ ടോപ്പ് കൊടുത്തിട്ടുള്ളത്. ഷവർ നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൺക്രീറ്റിന്റെ തലയിൽ തന്നെ 2 കുപ്പലാണ് നമ്മൾ ഷവർ വെച്ചിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ഒരു ബാത്റൂം ഉള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 5ാമത്തെ ബാത്റൂം. ഇത് നമുക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടെന്ന് നമ്മൾക്ക് എന്തായാലും പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഡ്രൈ ഏരിയയിൽ ഇവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടീഷൻ വരും. ഇവിടെ 2 ഞങ്ങൾ ഇങ്ങനെ ഫ്രെയിം വരും. അത് കണക്കിനാണ് നമ്മളിവിടെ ട്രാപ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ഒരു തട്ടാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര മാത്രം ബാത്റൂമിന് താത്തിട്ടിട്ടുണ്ടെന്ന് സംഘത്താകും. അപ്പോൾ ഇത്ര ഒരു തട്ടാണ്. തട്ടിന് വേണ്ടി നമ്മൾ ഹോള് ഈ നമ്മൾ താത്തിട്ട ഭാഗത്താണ് ഹോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് വലിയ ടെൻഷൻ വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പ്രശ്നം ഇവിടെ വരും. ആ കണക്കിന് നമ്മൾ ലൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നെഞ്ച് വളം ചെയ്ത് എടുക്കുന്നത്. അതുപോലെ ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ്റെ ലൈൻ വരുന്നത്. നമ്മൾ തട്ടായതുകൊണ്ടാണ് വാഷ് ബേസിൻ്റെ ബേസിന് വേണ്ടി നമ്മൾ ബാക്കിൽ അടിച്ചിട്ടുള്ളത്. ആ ലൈൻ ഇവിടെ കൊടുക്കും. പിന്നെ ഇവിടുത്തെ നമ്മൾ ഷവർ വഹിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ മെഷീന് വേണ്ടി ഒരു ബോക്സ് അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെറ്റ് ഏരിയ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ഏരിയയിലും ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ കിച്ചണിൽ വരുമ്പോൾ നമ്മൾ കൗണ്ടറിൻ്റെ അടിയിലാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഹോട്ട് വാട്ടറും അതുപോലെ ഒന്ന് ടാങ്കിൽ നൽകുന്ന ലൈനും പിന്നെ ഒന്ന് നമ്മൾ വാട്ടർ പീസിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഈ ലൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സാറിവിടെ സിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സിങ്ക് വെച്ചതിന് ശേഷം ഈ കോൺക്രീറ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് വർക്ക് ഏരിയ കാണിച്ചു തരാം. വർക്ക് ഏരിയയിൽ സിങ്കിൻ്റെ പോയിന്റ് വരുമ്പോൾ നമുക്ക് ഈ സാറിൻ്റെ പുറത്തേക്ക് വരുന്നതാണ്. അതിൻ്റെ നമുക്ക് 2 പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലൈൻ വാട്ടറും ഒന്ന് നമ്മൾ ടാങ്കിൽ നൽകുന്ന ലൈനാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അടിയിൽ നമ്മൾ വേസ്റ്റ് ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തന്നത് ഈ സൈറ്റിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തത്. അതുപോലെ നമ്മൾ ബാത്റൂമിൽ കൺസീൽ അടിച്ചതെല്ലാം കാണിച്ചു. അതുപോലെ ഇനി ഈ സൈറ്റിലെ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.